സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ആയിരത്തി 1970-കളിൽ മറ്റെല്ലാ സർഗാത്മക മേഖലകളിൽ എന്ന പോലെ കേരളത്തിലെ നാടകരംഗവും പുതിയ ആശയങ്ങളുടെയും അവതരണ രീതികളുടെയും പരീക്ഷണ പ്രയോഗങ്ങൾക്ക് വിധേയമാവുകയുണ്ടായി. നാടക കളരികൾ, സ്കൂൾ ഓഫ് ഡ്രാമ, നഗര കേന്ദ്രിതമായ പുതിയ നാടക കൂട്ടായ്മകൾ, ഇവയിലൂടെയൊക്കെ അരങ്ങിനെയും നാടക പ്രവർത്തനത്തെയും കുറിച്ചുള്ള നാളിതുവരെയുള്ള ധാരണകൾ പരിവർത്തന വിധേയമായി. സമകാലീന ലോക നാടകവേദിയിലെ ഭിന്ന മുഖങ്ങളുമായി പരിചയപ്പെടാനും അതോടൊപ്പം ഭാരതീയമോ കേരളീയമോ ആയ തനതു നാടക സങ്കല്പങ്ങളെക്കുറിച്ച് വിഭാവനം ചെയ്യാനുമുള്ള പ്രേരണകളും ഇക്കാലം നൽകുകയുണ്ടായി. ഒരു വശത്ത് അരങ്ങ് പ്രയോഗത്തെക്കുറിച്ചുള്ള നവീന ഭാവുകത്വത്തിൻ്റെ വാതിൽ തുറന്നുവെങ്കിലും മറുവശത്ത് കേരളത്തിലെ ജനകീയമായൊരു നാടക പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തോട് മുഖം തിരിച്ചു നിൽക്കാൻ ഇത് ഇടയാക്കുകയും ചെയ്തു. മലയാള നാടകവേദി നേരിട്ട സൗന്ദര്യശാസ്ത്രപരവും സാമൂഹ്യ രാഷ്ട്രീയവുമായ ഈ പിളർപ്പിനെതിരായ സർഗാത്മക സമരമുഖമാണ് മാർട്ടിൻ ജോൺ സി എന്ന നാടക കലാകാരനും ഇദ്ദേഹം നേതൃത്വം നൽകുന്ന സാധന സെന്റർ ഫോർ ക്രിയേറ്റീവ് പ്രാക്ടീസ് എന്ന പ്രസ്ഥാനവും. ജീവിതത്തിൻ്റെ അസംസ്കൃതമായ അനുഭവങ്ങൾ, തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനം, എലിയാസ് കോഹൻ എന്ന ചിലിയൻ നാടക സംവിധായകനുമായുള്ള അരങ്ങ് ബന്ധം, ലാറ്റിൻ അമേരിക്കൻ നാടുകളിൽ നാടക പരിശീലനവും അധ്യാപനവും നാടക നിർമ്മാണവുമായി കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ, ഇവയൊക്കെ നാടകം ജനതയിലേക്ക് എന്നൊരു ആശയത്തിലേക്ക് മാർട്ടിനെ നയിച്ചു. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം മാർട്ടിൻ ജോണിൻ്റെയും സാധനയുടെയും ജനോന്മുഖവും സാഹസികവുമായ നാടക പ്രവർത്തനങ്ങളെയാണ് പ്രമേയമാക്കുന്നത്. സാധന സെൻറ്റർ ഫോർ ക്രിയേറ്റീവ് പ്രാക്ടീസ്, അതാണ് നമ്മുടെ സംഘത്തിൻ്റെ പേര്. ഞങ്ങൾ അത് 2008 അതൊരു സംഘമായിട്ട് നമ്മൾ തുടങ്ങിയത്. തൃശ്ശൂർ ഡ്രാമ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു. നാടകമൊക്കെ പഠിച്ചു കഴിയുന്ന സമയത്ത് നാടകം നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കണം എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2002 അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എലിയാസ് കോഹൻ എന്ന് പേരായിട്ടുള്ളൊരു ചിലിയൻ ഡയറക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് കാലം അവിടെ ഒരു 7-8 വർഷം അവിടെ ലാറ്റിൻ അമേരിക്കയിലായിരുന്നു. ചിലി, അർജൻറ്റീന അവിടെയൊക്കെ ആയിട്ടായിരുന്നു നാടകങ്ങൾ ചെയ്യുക. നമ്മൾ പിന്നെ ചില വർക്കുകൾ ഷെയർ ചെയ്യുക, ചില ആർട്ടിസ്റ്റുകളായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള അധ്യാപകന് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് നാടകം തന്നെയാണ് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാണ്. അന്ന് മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് അറിയുന്ന, നമുക്ക് ആഗ്രഹം തോന്നുന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ നിന്നുകൊണ്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നല്ല ഷെയറിങ് ഉണ്ടാക്കാം, കൂടി നിന്നുകൊണ്ട് എങ്ങനെ വർക്കുകൾ ചെയ്യാമെന്നുള്ള ചിന്തയൊക്കെ അന്ന് മുതൽ തന്നെയുണ്ട്. സാധന എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നാടക സംബന്ധമായിട്ട്, കലാസംബന്ധമായിട്ട് നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വതന്ത്രമായിട്ട് അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ ഉപജീവനം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അതിപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ ഇവിടെ താമസിക്കാനായിട്ടും നമ്മുടെ കൂടെ തന്നെ പരിശീലിക്കാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടും പിന്നെ ഈ ഒരു സറൗണ്ടിങ്ങിൽ നിന്നുകൊണ്ട് സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചെറിയ വർക്കുകൾ ചെയ്യുക, നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെയും കലയൊക്കെ പരിശീലിക്കുക, അവരായിട്ട് ബന്ധപ്പെടുക എന്നുള്ള രീതിയിൽ അതും നടക്കുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ 2 പേരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മായാലോകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും രസമുള്ള കാഴ്ചകളായിരുന്നു അവിടെ. നമുക്കവിടെ ചിത്രം വരയ്ക്കാൻ ഒക്കെ നല്ല ടിപ്സൊക്കെ കിട്ടി.
അവിടുത്തെ മാർട്ടിൻ സാറിൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ ടിപ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾക്ക് മറ്റേ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അതിനുശേഷം രാത്രി അതിൻ്റെ ഒക്കെ നല്ലൊരു എക്സിബിഷൻ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്ത വർക്ക്സിൻ്റെ ഒക്കെ. പിന്നെ നമുക്ക് നാടകമുണ്ട്. അപ്പോൾ നാടകം നമ്മൾ എല്ലാ വർഷവും നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ ചില സമയങ്ങളിൽ നമ്മൾ ചെറിയ നാടകങ്ങൾ 2, 3, 4 പേരുള്ള ഒരു ചെറിയൊരു നാടകം ചിലപ്പോൾ ചെയ്യും. ചിലപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വലിയൊരു നാടകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു സാധ്യതയാവണ സമയത്ത് അങ്ങനത്തെ നാടകങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുള്ള നാടകമാണ് ഓടിച്ചോടിച്ചിലൊരു 20ഓളം ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. 15 പേര് നമ്മളൊരു 9 മാസം സമയം എടുത്തിട്ടാണ് പതിയെ അത് ഉണ്ടാക്കി കൊണ്ടുവന്നത്, കൂടി നിന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ 2 ആഴ്ച പ്രാക്ടീസ് ചെയ്യും, പിരിഞ്ഞു പോകും, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത മാസം വരുമ്പോൾ 2 ആഴ്ച കൂടും. അങ്ങനെ പതിയെ എല്ലാം നാടകത്തിൻ്റെ മൊത്തം നമ്മൾ ഈ ഒരു ഗ്രൂപ്പാണ്. അതിൽ ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ മ്യൂസിക് ചെയ്യുന്നവരുണ്ട്, തൃശ്ശൂരിൽ നിന്നൊക്കെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഫൈൻ ആർട്ടിസ്റ്റുകളുണ്ട്, ഡ്രാമ സ്കൂളിൽ നിന്നുള്ളവരുണ്ട്, അല്ലാതെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ചില ആക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കൂടിയിട്ടുള്ളൊരു ഗാദറിംഗ് ആയിരുന്നു. ഓടിച്ചോടിച്ച് ബസ് നാടകത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടും കളികളും കളിമണ്ണും ചിത്രം വരയും കുത്തി നിറച്ചൊരു വണ്ടി നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളുടെ മനസ്സുള്ളവരെയും കുട്ടികളൊക്കെ തന്നെയാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രധാന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ കുട്ടികളിൽ തന്നെയാണ് തുടങ്ങേണ്ടതെന്നുള്ള നല്ല ബോധ്യമുണ്ട്. അവരെ തന്നെയാണ് ഇനി പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവരോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ കുട്ടികളെ എത്രയോ ധൈര്യമുള്ള എത്രയോ ശേഷിയുള്ള കുട്ടികൾ തന്നെയാണ് നമ്മുടെ എല്ലാ നാട്ടിലുള്ളത്. ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വേറൊരു ലോകമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിലെ കരുത്തിനെ നല്ല സത്യസന്ധമായിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നൊരു ലോകമുണ്ട്. ആ ലോകത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആർട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള നമ്മുടെയൊക്കെ ഒരു നല്ലൊരു ആഗ്രഹം സത്യത്തിൽ. ഒരു ലോക്കൽ ചാനലിൽ ഒരു ഗ്രാമത്തിൻ്റെ നാടകം കളിക്കുന്നു എന്നുള്ളൊരു ഫ്ലാഷും അതിൻ്റെ ഒരു റിപ്പോർട്ടും കണ്ടിട്ടാണ് 3 ദിവസമായിട്ട് നടക്കുന്ന അരിമ്പൂരിൽ നടക്കുന്ന മനക്കുടിയിൽ നടക്കുന്ന നാടകമേള കാണാനായിട്ട് ഇവിടുത്തെ ഗ്രീൻ തിയേറ്റർ ലാബിൻ്റെ പ്രവർത്തകരും ഞാനും പോയത്. അത് വളരെ സന്തോഷം തോന്നിയൊരു ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ടീം വർക്ക്. നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ തൂളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഘാടകരെ സംബന്ധിച്ച് വളരെ വേദന തോന്നി. കാരണം ഇത്രയേറെ പണിയെടുത്ത് പ്രവർത്തിച്ച് മഴ പെയ്യുന്നു, ആളുകൾ എഴുന്നേറ്റ് പോകുന്നു. അവിടെയാണ് ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത ഇപ്പോഴും കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായത്. ഒരാൾ പോലും എഴുന്നേറ്റില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും സന്തോഷം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി പറഞ്ഞു എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണേ, മഴ പെയ്യില്ലെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. മാറ്റിനപ്പോഴും ഒരു അസ്വസ്ഥയില്ല, സൗണ്ടുകാർക്ക് മാത്രം അസ്വസ്ഥയുള്ളൂ. പറഞ്ഞു മഴയായാലും ഞങ്ങൾ കളിക്കും. അപ്പോൾ ആ ഒരു തീഷ്ണത, ആ കണ്ണുകളിലൊക്കെ ഉള്ളൊരു തീഷ്ണത അത് വളർത്തപ്പെടേണ്ടതാണെന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളവരൊന്നും ഈ സാംസ്കാരിക സംഘടനകളും സ്ഥാപനങ്ങളും വളർത്തില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചൈതന്യം. നാട്ടിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള, അതായത് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നാടകത്തിലേതായിട്ടുള്ളത് പുതിയ തലമുറ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പുതിയ തലമുറയ്ക്കുള്ള ഒരു ഇതുകൾ കാണിക്കണതിൽ ശരിക്കും കഥയെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കണ്ടിട്ടുള്ളത്. സാധാരണക്കാർക്ക് പെട്ടെന്ന് ഒരു ഇതിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും കണ്ടിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് സ്റ്റേജിന് ഓപ്പൺ സ്റ്റേജിൽ നിന്ന് കാണുന്ന ഒരു വ്യത്യാസം വേണ്ട നമ്മൾ അതിനെ കുറിച്ചിട്ടാണ്. പിന്നെ സ്റ്റേജ് ബസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേജിൻ്റെ ഇത് അതുകൊണ്ട് നല്ല ഒരു ഇതാണ് നേരം പോകുന്നത്. നാടകത്തിനെ കുറിച്ചിട്ടുള്ളൊരു
തൃശ്ശൂരിലെ മനക്കൊടിയിലെ ചാലിശ്ശേരി കുടുംബാംഗമായ മാർട്ടിൻ്റെ ഓർമ്മകളിൽ വിശ്വാസത്തിൻ്റെയും പള്ളി മതത്തിൻ്റെ അനുഷ്ഠാന കലാപ്രവർത്തനത്തിൻ്റെയും ഒരു ബാല്യകാലമുണ്ട്. വൈദിക പഠനത്തിനായി സെമിനാരിയിലെത്തിയ ഇദ്ദേഹം ഒരു വർഷത്തിനു ശേഷം അത് വിട്ടുപോന്നു. തുടർന്നും പള്ളിയുമായുള്ള ബന്ധം നിലനിർത്തിയ മാർട്ടിന് സമൂഹത്തിലെ നാനാവിധ മനുഷ്യ മാതൃകകളുമായി ഇടപഴകാൻ അക്കാലം അവസരം നൽകി. എസ്റ്റാബ്ലിഷ്മെൻറ്റിനോടുള്ള വിമതത്വത്തിൻ്റെയും ഒപ്പം മനുഷ്യാനുഭവങ്ങളോടുള്ള സഹഭാവത്തിൻ്റെയും സംഘർഷാത്മകത തന്നിലെ പിൽക്കാല നാടകക്കാരനെ രൂപപ്പെടുത്തുന്നതിൻ്റെ മൂലകങ്ങളായി തീർന്നിട്ടുണ്ടാവാമെന്ന് മാർട്ടിൻ വിശ്വസിക്കുന്നു. നാടിനടുത്തുള്ള സ്കൂൾ ഓഫ് ഡ്രാമയിലേക്കും അങ്ങനെ ലോക നാടക പരിചയത്തിലേക്കും വിവിധ രാജ്യങ്ങളിലെ രംഗകലാകാരന്മാരുമായുള്ള പ്രതിപ്രവർത്തനത്തിലേക്കും ജനങ്ങളിലേക്കുള്ള നാടകയാത്രയിലേക്കുമൊക്കെയുള്ള ജീവിതത്തിൻ്റെ വികാസത്തിന് ഈ കാലത്തോട് അദ്ദേഹത്തിന് കടപ്പാടുണ്ട്.